സംഘപരിവാർ പാരമ്പര്യമൊന്നുമില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. ഈ ഒരു സംസ്ഥാന അധ്യക്ഷൻ പദവിയിലേക്ക് അദ്ദേഹം വരുമ്പോൾ നേരിടുന്ന ഏറെ വെല്ലുവിളികളുണ്ട്. അതെന്തൊക്കെയായിരിക്കും? കാരണം പ്രധാനമായിട്ടുള്ളത് രണ്ട് തെരഞ്ഞെടുപ്പാണ് മുന്നിൽ നിൽക്കുന്നത്. ഒന്ന്, ഉടനെ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും മറ്റൊന്ന് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വലിയ വെല്ലുവിളികളാണ് രാജീവ് നേരിടാൻ പോകുന്നത്. അപ്പോൾ ഒരു ഒത്തൊരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം കൂടിയാണ് ഇതിലുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം നന്നായി മനസ്സിലാക്കിയെടുത്ത രാജീവ് ചന്ദ്രശേഖരനെ പൊതുവെ അതിലൂടെ തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയും മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു. അതൊരു നേരത്തെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഉണ്ട്. പക്ഷേ ഈ മത്സരത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മനസ്സിലാക്കി അതിനനുസരിച്ച് കേരളത്തിലെ പാർട്ടിയുടെ അമരത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം കൂടി രാജീവിലുണ്ട്. കാരണം വിജയം തന്നെ ഏതാണ്ട് അടുത്തതാണ്. പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രതീക്ഷിച്ചതിനപ്പുറം വോട്ട് നേടിയെടുക്കുന്നതിനായിട്ട് രാജീവിന് സാധിച്ചു. അതൊക്കെ തന്നെ ഇനി ഇങ്ങോട്ട്, അതായത് പാർട്ടിയുടെ ചുക്കാൻ പിടിക്കുന്ന അവസരത്തിൽ അനുകൂല ഘടകമാക്കി മാറ്റാൻ കഴിയും എന്നും രാജീവ് കരുതുന്നുണ്ട്. കാരണം ഈ വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പലയിടങ്ങളിലും BJPക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തോട് അടുത്ത് നിൽക്കുന്നതാണ്, പ്രധാന പ്രതിപക്ഷമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം BJPയുടെ കയ്യിലാണ്. ആ അവസരത്തിൽ നേടിയ വിജയം ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുക, അതുപോലെ തന്നെ നിലവിലുള്ള ഇടങ്ങളൊക്കെ, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചില ഇടങ്ങളൊക്കെ ഉണ്ട്, അത് നിലനിർത്തുക, കൂടുതലായിട്ട് പഞ്ചായത്തുകളും പിടിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. ഇപ്പോൾ തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ BJP ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ കേരളത്തിൽ 14 ജില്ലകൾ അത് മാറ്റി 30 ജില്ലകളിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അതായത് ഒരു ജില്ലയിൽ തന്നെ 3ആയിട്ട് ഭാഗിച്ചു. ഇപ്പോൾ വലിയ ജില്ലകൾ അതിനെ 3ആയിട്ട് ഭാഗിച്ചു. അങ്ങനെ 30 ജില്ലകളാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ജില്ലയിൽ തന്നെ 3 പ്രസിഡന്റുമാർ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ താഴെത്തട്ടിലേക്ക് പ്രവർത്തനം എത്തിക്കാൻ കഴിയുക എന്നുള്ളതിൻ്റെ കൂടിയാണ് ഈ ഇത്തരത്തിൽ 3 പ്രസിഡന്റുമാരെ നിയമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പാർട്ടി കേന്ദ്രങ്ങളൊക്കെ തന്നെ അത് സേവാ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള ഒരു ശ്രമം കൂടി BJP നടത്തുന്നുണ്ട്. അതായത് ഈ പലതരത്തിലുള്ള പദ്ധതികളും പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ ഈ സാധാരണക്കാർ അറിയാതെ പോകുന്നുണ്ട്. അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും അതിൻ്റെ ശരിയായ ഗുണഭോക്താക്കളായി മാറ്റാൻ സാധാരണക്കാരെ കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങൾ കൂടി ലക്ഷ്യമിട്ടാണ് ഈ പാർട്ടി കേന്ദ്രങ്ങൾ സേവാ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ വരുമ്പോൾ ഈ താഴെത്തട്ടിൽ മുതൽ പാർട്ടിയെ വളരെ ശക്തമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് പിന്നെ മൊത്തത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ. ആ മാസ്റ്റർ പ്ലാന് ഈ രാജീവ് അധികാരത്തിൽ വരുമ്പോൾ, അതായത് BJP സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുമ്പോൾ അത് വലിയൊരു നേട്ടമാക്കി മാറ്റാൻ സാധിക്കും. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ, ഇനി വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ പാർട്ടി. അപ്പം VD സതീശൻ ഇപ്പം പറഞ്ഞത് BJPയുടെ ഒരു ഐഡിയോളജിയുമായിട്ട് തർക്കിക്കാൻ പോലും രാജീവ് ചന്ദ്രശേഖറിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു രീതിയിൽ പോലും, അതായത് തങ്ങൾക്ക് തർക്കിക്കാനുള്ള ഒരു ലെവലിൽ പോലും തങ്ങൾ അദ്ദേഹത്തെ കാണുന്നില്ല എന്നുള്ളൊരു സൂചനയാണ് VD സതീശൻ ഇന്ന് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് വ്യക്തിപരമായി ഏത് പാർട്ടിയോടും വ്യക്തിപരമായി ഞങ്ങൾക്കൊരു ഇതില്ല, ആശയങ്ങളോടാണ് ഞങ്ങൾക്ക് എതിർപ്പുള്ളതെന്ന് VD സതീശൻ ഇന്ന് വ്യക്തമാക്കി.
അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരനെ അവർ തങ്ങൾക്കൊപ്പമുള്ള ഒരു എതിരാളിയായി കാണുന്നില്ല, ഞങ്ങളത് വിട്ടേക്കുന്നു, ഞങ്ങളത് മറന്നേക്കുന്നു എന്നൊരു സൂചന തന്നെയാണ് വി ഡി സതീശൻ നൽകുന്നത്. കാരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും കോൺഗ്രസ് അത് പ്രത്യേകിച്ച് കേരളത്തിൽ അത് അനുകൂലമാക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയാം. കാരണം CPM പാർട്ടിയുടെ പല പ്രശ്നങ്ങളും ഇപ്പോൾ ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ മുന്നിട്ട് നിൽക്കെ കോൺഗ്രസ് പാർട്ടിന് അനുകൂലമായിട്ട് ഒരു മണ്ണായി, ഒരു വളക്കൂറുള്ള മണ്ണാക്കി എടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇതിനിടയ്ക്കാണ് BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും അവർ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്ലാനുകളെല്ലാം ഇത് പൊളിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ലേ? ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിൽ നിന്നും IT മേഖലയിൽ ഇത്തരത്തിലുള്ള മേഖലകളിൽ നിന്ന് പല വ്യാവസായിക മേഖലയിൽ നിന്നൊക്കെ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച് നിന്നപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വോട്ട് ബാങ്ക് എടുക്കാൻ സാധിച്ചു എങ്കിലും പാർട്ടിയിലേക്ക് അത് BJP എന്ന ഈ ഐഡിയോളജി, ഈ പറഞ്ഞ ഞാൻ മേൽപ്പറഞ്ഞ ഐഡിയോളജി എന്ന കാരണം BJPയുടെ ഏകദേശം എനിക്ക് തോന്നുന്നു 2016 കാലഘട്ടത്തിലാണ് ദേശീയ വക്താവായിട്ട് അദ്ദേഹം BJPയിലേക്ക് വന്നത് എനിക്ക് തോന്നുന്നു. അപ്പം തികച്ചും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഈ കളികളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോ അദ്ദേഹത്തിന് വലിയ വശമില്ല. അത് വളരെയധികം സ്വാധീനിക്കത്തില്ലേ? അദ്ദേഹത്തിന് വലിയൊരു വെല്ലുവിളിയല്ലേ അതൊക്കെ? ഈ രാജീവ് ഇവിടെ മത്സരിക്കാൻ വന്നപ്പോഴും കോൺഗ്രസ്സുകാരിങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞതല്ലേ, പക്ഷേ അവസാനം ഇവർക്ക് വലിയ വെല്ലുവിളി നേരിടേണ്ടി വന്നില്ലേ? തരൂരിൻ്റെ പരാജയം പോലും അവർക്ക് മനസ്സിലാക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നെ ഈ തീരദേശത്തെ കുറച്ചൊരു വോട്ട് മാത്രമാണ് തരൂരിന് രക്ഷയായിട്ട് വന്നിട്ടുള്ളത്. നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളൊക്കെ തന്നെ രാജീവിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുപോലെ പിന്നെ ഒരു 4-5 മണ്ഡലങ്ങൾ ഈ നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളിലെ ആയാലും രാജീവ് ചന്ദ്രശേഖരന് ഏറെക്കുറെ വോട്ടുകൾ എടുക്കാൻ പറ്റിയിട്ടുണ്ട്, അവരിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ യുക്തിപരമായിട്ടുള്ള സാറി പറഞ്ഞിട്ടുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ആണ്. BJPയുടെ പ്ലാനിങ് തന്നെയാണ് ഇത്രയും വോട്ട് ബാങ്ക് ചോരാൻ തന്നെ, അതായത് BJPയിലോട്ട് വരാൻ തന്നെ കാരണം. അതിൽ ഞാൻ ഒരിതും പറയുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ കളി എന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയാം, അതൊരു ചതുരംഗ കളി തന്നെയാണ്. അതിൽ ഒരു ബ്രില്യൻസി ഇപ്പോൾ IT പ്രൊഫഷണലിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള കുറച്ച് വിവേകവും ബുദ്ധിയും ശശി തരൂരിനോടൊപ്പം തന്നെ നിൽക്കുന്ന പല പ്ലാനിങ് പദ്ധതികളും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെങ്കിലും ഈ പറഞ്ഞതുപോലെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ചില രാഷ്ട്രീയ തന്ത്രങ്ങളും കളികളും അദ്ദേഹത്തിന് വശമുണ്ടോ? അതിൽ അദ്ദേഹത്തിന് പാടി പോകില്ലേ? ഇതിൻ്റെ പിന്നിലൊരു വലിയ ഒരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് പലരും പറഞ്ഞു ഈ ഒരു ബിസിനസ്സുകാരനൊന്നും ഇതിനകത്ത് പറ്റിയതല്ല എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വലിയ ടീം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നരേന്ദ്രമോദി, അമിത്ഷാ, ആ ഒരു വലിയ ടീമുണ്ടല്ലോ. ഇതിന് പിന്നിൽ ഈ BJPയുടെ വിജയത്തിന് പിന്നിൽ RSS എന്ന് പറയുന്ന ഒരു ഘടകമില്ലേ? എത്ര വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. ഇതുപോലൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖരന് പിന്നിലും അതിശക്തമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ രാജീവിന് ഇപ്പോൾ നേരിടാൻ പോകുന്ന അതിഭയങ്കരമായിട്ടുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വോട്ട് വിഹിതം അനുസരിച്ച് ഓരോ മണ്ഡലങ്ങളിലെയും സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് 11 മുതൽ 15 സീറ്റ് വരെ നേടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. വി മുരളീധരനും കുമ്മനും നോ രാജഗോപാലും ശോഭാ സുരേന്ദ്രനെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പുതിയൊരു മുഖമായിട്ട് രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മിക്ക ചർച്ചകളും ചെയ്യാറുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങി സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് ശോഭയ്ക്ക് എപ്പോഴും ഉണ്ട്. ശോഭ ഒരു നിയന്ത്രണത്തിലേക്ക് വരണമെന്ന് പാർട്ടിയിലുള്ളവർ തന്നെ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങി വരുന്നത്. അപ്പൊ ജനങ്ങളിലേക്ക് എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ രാജീവിന് പറ്റും എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കും. ഇതിനകത്ത് ഈ അമിത്ഷായും മോദിയും ഒന്നും കാണാതെ കാര്യങ്ങളൊന്നും തീർച്ചപ്പെടുത്തി വിടുന്നവരല്ല. ഈ ഇലക്ഷൻ നടത്തിയപ്പോഴും ഇതൊക്കെ തന്നെ ആയിരുന്നു, വിജയിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വിടുമ്പോഴും ഒന്നും കാണാതൊന്നുമല്ല, വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് തന്ത്രപൂർവമായിട്ടുള്ള ഒരു മുന്നേറ്റം. അത് പ്രകടമാകാൻ പോകുന്ന എവിടെയാണെന്നറിയാമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത്രയും പ്രതിഫലിക്കില്ലായിരിക്കാം ഒരു പക്ഷേ. കൂടുതൽ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും
നഗരസഭയും BJP പിടിച്ചെടുക്കും എന്നുള്ളത് തിരുവനന്തപുരം നഗരസഭയാണ് വ്യക്തമാണ്. എല്ലായ്പ്പോഴും എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. വിജയത്തോട് അടുത്ത് നിൽക്കുകയാണ്. അതുപോലെ താഴെത്തട്ടിൽ പല ഗ്രാമീണ മേഖലകളിലും BJP അവിടെ പഞ്ചായത്തുകളിൽ അധികാരം പിടിച്ചെടുക്കും. അതുപോലെ തന്നെ നിയമസഭയിലേക്ക് വരുമ്പോൾ ഇതിനൊരു വലിയ മാറ്റവും ഉണ്ടാകുമെന്നുള്ളതാണ്. അത് മുൻകാലങ്ങളിൽ BJP ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അടിത്തറയിൽ നിന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് അറിയാൻ നമുക്ക് ഇതുവരെയുള്ള രാഷ്ട്രീയ സ്ഥിതി വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.